ഹലോ. കേരളത്തിൽ ഇനി യൂട്യൂബ് ചാനൽ തുടങ്ങാത്ത ഞാൻ മാത്രമാണെന്ന് തോന്നുന്നു കേട്ടോ. എന്നാൽ പിന്നെ എങ്ങനെയാണ് വെറുതെ ഇരിക്കണേ, ഞാനും തുടങ്ങുക, എല്ലാവരും കൂടെ കാണുമല്ലോ. സംഭവം ഇതിനു മുന്നേ ഞാൻ 2 പ്രാവശ്യം യൂട്യൂബ് ചാനലൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതെല്ലാം പൊട്ടി പാളീസായി പോയി കേട്ടോ. ഇതെന്താവും നോക്കാം. ബ്ലൂ, ഏതെങ്കിലും ബ്ലൂ നോക്ക് കപ്പച്ചേണ് നോക്ക്. അങ്ങനെ കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്ത് എൻ്റെ ഞാനൊരു പോലീസുകാരനാണെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ഗൈസ്. ഇത് MOTയിൽ ഞങ്ങൾ പോയപ്പോൾ ക്യാൻസർ പേഷ്യൻറ്റിന് വേണ്ടിയിട്ടുള്ള ഡൊണേഷൻ ക്യാമ്പയിനായിരുന്നു കേട്ടോ. അതിൽ ചെറിയൊരു പങ്ക് ഞങ്ങളും ചേർന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഗ്രൂപ്പ്, മീനാക്ഷി ഐറ ജാൻമേരി എന്നാണ് കേട്ടോ റെക്കോർഡിക്കൽ നെയിം. ഞാൻ ഈ ഗ്രൂപ്പിനെ കൊണ്ട് പോകുന്നത് ഫിലിം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ തുടരും ഫിലിം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. ആദ്യം ഗ്രീൻഫീൽഡ്, ലുലു മോള്, അങ്ങനെ പല സ്ഥലങ്ങളിൽ ഞങ്ങൾ നോക്കിയിട്ടും ടിക്കറ്റ് ഇല്ലായിരുന്നു. അവസാനം കഷ്ടപ്പെട്ടാണ് MOTയിൽ ഒരു ടിക്കറ്റ് കിട്ടിയത് കേട്ടോ. ഞങ്ങൾ അവിടെ എത്തിച്ചേർന്നത് കുറച്ച് നേരത്തെ ആയതിനാൽ എൻ്റെ ഗ്രൂപ്പ് അവിടെ ബഹളങ്ങൾ തുടങ്ങി. അതുകൊണ്ട് പിന്നെ അവളെ ഞങ്ങൾ ഇതുപോലുള്ള ഗെയിമിംഗ് പരിപാടികളിലോട്ട് കയറ്റി വിട്ടു കേട്ടോ. പക്ഷെ അവിടെ ചെന്നിട്ട് ഒരുപാട് ഗെയിമിങ് ചെയ്തത് ഞാനും എൻ്റെ ഹബിയുമാണ്. എന്നുമില്ലെങ്കിലും വല്ലപ്പോഴെങ്കിലും നമ്മളിങ്ങനെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ടൈമൊക്കെ മാറ്റി വെക്കണം കേട്ടോ. ഞാനാണെങ്കിൽ രാവിലെ ഒരു 10 മണിക്ക് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ എത്തുന്നത് വൈകിട്ട് 5 മണിക്കായിരിക്കും കേട്ടോ. അതുപോലെ തന്നെയാണ് എൻ്റെ ഹബിയും, രാവിലെ പോയി കഴിഞ്ഞാൽ എത്തുന്നത് വൈകുന്നേരം ഒരു 5 മണി ടൈമൊക്കെ ആയിരിക്കും. അതുവരെ മീനമ്മ എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും കൂടെയാണ് സ്റ്റേ ചെയ്യുന്നത്. അവളവിടെ ഭയങ്കര ഹാപ്പിയാണ്. എന്നിരുന്നാലും തന്നെ എന്നെയും ഹബീനെയും വൈകിട്ട് ഒരു 5 മണിയാകുമ്പോൾ ഞങ്ങൾ വരുന്നത് കാണുമ്പം അവൾ ഭയങ്കര ത്രില്ലായിട്ട് നിൽക്കും കേട്ടോ. ഞങ്ങൾ ഇത്രയും ടൈം കഴിഞ്ഞിട്ട് കാണുന്നതിൻ്റെ ആ ഒരു സന്തോഷം. അപ്പോൾ ഒരു 5 മണിക്ക് ശേഷം ഞങ്ങൾ ഫുൾ ടൈം മീനാക്ഷിയുടെ കൂടെ ആയിരിക്കും സ്പെൻഡ് ചെയ്യുന്നത്. എവിടെയെങ്കിലും ഞങ്ങൾക്ക് ഇൻകേസ് പോകണമെന്നുണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ മീനാക്ഷിനെയും കൊണ്ടുപോകും. കാരണം ഒരു 10 to 5 വരെ അവൾ ഞങ്ങളില്ലാണ്ട് ഒറ്റയ്ക്ക് നിന്നതല്ലേ. അതുകൊണ്ട് അതിനുശേഷം ഞങ്ങൾ എവിടെ പോയാലും ഞങ്ങളുടെ കൂടെ മീനാക്ഷി കാണും കേട്ടോ. അത് ഫിലിമിനായാലും വേറെ എന്ത് പരിപാടിക്കായാലും ഞങ്ങളുടെ കൂടെ മീനാക്ഷി എന്തായാലും ഉണ്ടായിരുന്നിരിക്കും. അതുപോലെ ഈ ഫിലിമിനെന്ന് പറയുമ്പം ഒരു 3-ാം മാസം മുതൽ ഞങ്ങൾ മീനാക്ഷിനെ യൂസ്ഡ് ആക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു ഫിലിമിന് കയറി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അവൾ കരച്ചിലോ ബഹളോ അങ്ങനെയൊന്നുമില്ല. അവൾ മര്യാദയ്ക്ക് ഫിലിം തീരുന്നത് വരെ ഇരുന്ന് കാണും കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫിലിമിനൊക്കെ പോകുന്നതും കാര്യങ്ങളൊക്കെ. അവസാനം അവിടുത്തെ ഗെയിമിംഗ് പരിപാടിയൊക്കെ ക്ലോസ് ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് നൈസായിട്ട് ഇറങ്ങി നേരെ ഫിലിം കാണാൻ വേണ്ടിയിട്ട് പോയിട്ടോ. അവിടെ ആണെങ്കിൽ ഒടുക്കത്തെ തിരക്ക്. നമ്മളെ ലാലേട്ടൻ്റെ തുടരും കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ ക്യൂ ആയിരുന്നു. അവിടെ നിന്ന് എൻ്റെ പൊന്നോ ഞങ്ങൾ മടുത്ത് കേട്ടോ. ഭയങ്കര ചൂടായിരുന്നു. AC ആയിരുന്നിരുന്നെങ്കിലും ഇത്രയും തിരക്കായതുകൊണ്ട് അവിടെ ഭയങ്കര ചൂടായിരുന്നു. മടുത്ത് ഞാനും മീനാക്ഷിയും കൂടെ അവിടെ നിന്ന് അവസാനം ഫിലിം കാണാൻ വേണ്ടിയിട്ട് അകത്ത് കയറി. ഫിലിമിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഫിലിം അടിപൊളിയായിരുന്നു കേട്ടോ. സൂപ്പറായിരുന്നു. ലാലേട്ടൻ്റെ ശരിക്കും ഒരു കംബാക്ക് മൂവി തന്നെയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങളങ്ങനെ ഫിലിമൊക്കെ കണ്ട് ഏകദേശം ഒരു പാതിരാത്രിയായപ്പോൾ തിരിച്ച് വീട്ടിൽ പോയി ഗായ്സ്.